മുനമ്പത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാവുങ്കൽ സ്വദേശി സ്മിനുവാണ് മരിച്ചത്. ഫോൺ വിളിച്ച് കാണാതായതോടെ സുഹൃത്ത് വന്ന് നോക്കിയപ്പോഴാണ് വീട്ടിൽ മൃതദേഹം കണ്ടത്. സ്മിനുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മാല കാണാനില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. വിഷ്ണുപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെയാണ് മുനമ്പം കോൺവെന്റ് ബീച്ചിന് സമീപത്തുള്ള വീട്ടിൽ സ്മിനു എന്ന യുവാവിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇന്ന് രാവിലെ സുഹൃത്ത് ഈ സ്മിനുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ഇവിടെ മൃതദേഹം കാർ പോർച്ചിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിൽ കാണുന്നത്. ബൈക്കിന് സമീപത്തായിരുന്നു ഈ മൃതദേഹം കിടന്നിരുന്നത്. സ്മിനു ഇവിടെ ഒറ്റയ്ക്കാണ്, കുറച്ച് നാളുകളായി ഒറ്റയ്ക്ക് തന്നെയാണ് താമസിച്ചു വന്നത്. സ്മിനുവിൻ്റെ സഹോദരനും കുടുംബവും ഇവിടെ തൊട്ട് അടുത്തുള്ള മറ്റൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഈ മാതാപിതാക്കളും അവരോടൊപ്പം തന്നെയാണുള്ളത്. സ്മിനു എറണാകുളത്തുള്ള ഒരു ജോലി സ്ഥാപനത്തിലാണ്, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ സ്മിനുവിൻ്റെ സഹോദരൻ ചേരുന്നുണ്ട്. ചേട്ടാ, അത് ബോഡി എങ്ങനെയാണ് കണ്ടത്? രാവിലെ ഞാനൊരു 9:20 കണ്ടത്. ഈ അടുത്ത വീട്ടിലെ പെൺകുട്ടി എന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ എൻ്റെ ഭാര്യ ഫോണിലേക്ക് വിളിച്ച്, അപ്പോൾ ഇങ്ങനെ ഈ ബ്ലഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവള് വലിയ. അപ്പോൾ ഞാനിവിടെ ഒരു അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ ഒച്ചപ്പാടും ബഹളും കരച്ചിലും. ഈ മുറിവ് ഉള്ള സ്ഥലത്തുനിന്ന് ഉറുമ്പരിക്കണ്ടായിരുന്നു. തലയിലാണ് മുറിവ് ഈ വശത്ത്. കൂട്ടുകാരൻ വന്ന് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. കൂട്ടുകാരനാണ് വന്ന് നോക്കിയപ്പോൾ ഇത് കാണുന്നത്. അത് ഇന്നലെ രാത്രി ഉത്സവത്തിന് പോയിട്ട് എന്തോ ഗാനമേള എന്തോ പരിപാടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വന്നിട്ട് 10:30 ആയപ്പോഴും ആളിവിടെ വീട്ടിലെത്തി. ഈ രാവിലെ ഇയാളെ വിളിച്ചിട്ട് കിട്ടാതായി കഴിഞ്ഞപ്പോഴാണ് അവനിവിടെ ഒന്ന് നോക്കണത്. നോക്കി കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ ഈ രീതി കിടക്കുന്നു. ശരീരത്തിൻ്റെ മാലയും ഇതൊക്കെ പോയി എന്ന് പറയുന്നു. കഴുത്തിലൊരു മാല ഉണ്ടായെന്നാണ് കൂട്ടുകാരൻ പറയണത്. അവിടെ നിന്ന് പോരുമ്പോൾ ആ മാല ഇപ്പോൾ കാണുന്നില്ല. പിന്നെ കയ്യിൽ 2 മോതിരമുണ്ട്, ഒരു മോതിരം ഇല്ല. പിന്നെ വാച്ചും ഒരു മോതിരവും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇയാളുടെ മൊബൈൽ സ്വിച്ച്ഡ് ഓഫാണ്. ഇതുവരെയും നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്തതിൻ്റെ വലിയ പോലീസുകാർ തടഞ്ഞേക്കണതിൻ്റെ വലിയ അങ്ങോട്ട് കയറിയിട്ടില്ല. എന്തായാലും മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഫോറൻസിക്കും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും എല്ലാം വന്ന ശേഷം മാത്രമാണ് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയുള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾ ഈ പരിശോധനകൾക്ക് ശേഷം മാത്രമാകും ഉണ്ടാവുക. മുനമ്പത്ത് നിന്നും മനോജ് മാടിശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.